മഞ്ഞപ്പിത്തം 6 മാസം കൂടുമ്പോൾ മഞ്ഞപ്പിത്തം വന്നുകൊണ്ടേയിരുന്നു. ലിവർ മാറ്റിവെക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കായി. അങ്ങനെ 2023 എൻ്റെ ലിവർ മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ തീരുമാനമായി. ഞാൻ തോമസ് കുര്യൻ, പനക്കേഴം, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ചങ്ങനാശ്ശേരി വേരൂർപ്പള്ളി സെൻറ്റ് ജോസഫ് ഇടവകയാണ്. ഇതെൻ്റെ ഭാര്യ ജിനി തോമസ്. ഞങ്ങൾ ജിനി 12/11/21 ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. ഉടമ്പടിക്കാനുള്ള ആ സമയത്തെ കാരണം ഇതായിരുന്നു. എനിക്ക് 2007 മുതൽ ലിവർ പ്രശ്നത്തിലായിരുന്നു. ആ സമയത്ത് എനിക്ക് തുടക്കത്തിൽ 2007 ആകുമ്പോഴത്തേക്ക് എനിക്ക് മഞ്ഞപ്പിത്തം 6 മാസം കൂടുമ്പോൾ മഞ്ഞപ്പിത്തം വന്നുകൊണ്ടേയിരുന്നു. ഞാനത് ബാച്ചലർ ലൈഫ് ആയതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് വലിയതായിട്ട് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതേ സെയിം എപ്പിസോഡ് മഞ്ഞപ്പിത്തം വരിക, അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഇവള് അതിലിടപെട്ട് അങ്ങനെ എന്നെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് ലിവർ മാറ്റിവെക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കായി. അങ്ങനെ 2023 എൻ്റെ ലിവർ മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ തീരുമാനമായി. അങ്ങനെ 2023 ഓപ്പറേഷൻ തീരുമാനമായി കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ, മാതാവേ, എൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഈശോ അവരുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി ഓപ്പറേഷൻ ചെയ്ത് എനിക്കൊരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യത്തോടുകൂടി എന്നെ പുറത്തിറക്കി വിടണമേ എന്നായിരുന്നു മാതാവിനോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നത്. ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് മാതാവ് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും നോക്കി നിരീക്ഷിച്ച് ചെയ്യണമെന്നായിരുന്നു. ആക്ച്വലി അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം ഇതാണ്. വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അച്ഛൻ അൽത്താരയിൽ വന്ന് ബലിപീഠത്തിനോട് വരുമ്പോൾ യേശു അവിടെ നിന്ന് ബലി അർപ്പിക്കുകയും ഈ സ്ഥലത്ത് നിന്ന് മാതാവ് വിശുദ്ധ ബലി നിരീക്ഷിച്ച് വിശുദ്ധ ബലി തീരുന്നിടം വരെ അവിടെ നിന്ന് വിശുദ്ധ ബലി നിരീക്ഷിച്ച് വിശുദ്ധ ബലി കഴിയുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ യേശു അവിടുന്ന് പോയി കഴിയുമ്പോൾ മാതാവ് അവിടുന്ന് പോകുന്നതാണ്. ചെറുപ്പം മുതലേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും അതാണ് ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈശോ എൻ്റെ ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർമാരുടെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് എന്നെ സുഖപ്പെടുത്തി പുറത്തിറക്കി വിടണമേ. മാതാവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു, മാതാവേ, എൻ്റെ ഓപ്പറേഷൻ സമയത്ത് ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്ത് മാതാവ് എല്ലാ കാര്യത്തിലും വീക്ഷിച്ച് അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് 1-2 ദിവസം മുമ്പ് ഡോക്ടർമാരെല്ലാം വിളിച്ചിട്ട് വെച്ചാൽ എൻ്റെ ഓപ്പറേഷൻ ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. എൻ്റെ വെയിറ്റൊക്കെ ആ സമയത്ത് ഞാൻ വെറും 45 കിലോ എന്ന് വെച്ചാൽ ഒരു വലിയൊരു വരയും അത് ഒരു തലയും മാത്രമേ ഉള്ളായിരുന്നു. ഓപ്പറേഷൻ നടക്കുന്ന ആ ദിവസത്തിൽ 2 ദിവസം മുമ്പ് ഇവളെ വിളിച്ചിട്ട് ഡോക്ടർമാരെല്ലാം കൂടെ പറഞ്ഞു, ഈ വ്യക്തിയെ ഓപ്പറേഷൻ ചെയ്താൽ രക്ഷപ്പെടാനായിട്ട് ബുദ്ധിമുട്ടാണ്, 1% ചാൻസ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇവൾ അപ്പം തന്നെ അവരോട് പറഞ്ഞു, കുഴപ്പമില്ല, ഓപ്പറേഷൻ നടന്നോട്ടെ, ദൈവം എനിക്ക് എന്ത് തന്നാലും ഞാനത് അനുഭവിച്ചുകൊള്ളാം എന്നുള്ള തീരുമാനത്തിൽ അവർ ഓപ്പറേഷൻ നടക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ രാവിലെ ഒരുക്കി കൊണ്ടുപോകുന്നു. എന്നെ അവിടെ ചെന്നു. ഞാൻ അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ തന്ന് കഴിഞ്ഞ് ആ സമയം മുതൽ പിന്നെ ഞാൻ വേറെ ഏതോ ഒരു ലോകത്തേക്ക് ചെന്ന പോലെയാണ്. പിന്നെ എനിക്ക് കാണുന്ന അവിടെ ഭയങ്കര പ്രകാശവും എന്തോ ഒരു വലിയ പ്രത്യേക ഒരു സ്ഥലത്ത്, എനിക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഞാൻ എവിടെയോ കിടക്കുന്നു. അതിന് ചുറ്റും കുറേ ഡോക്ടർമാരും കൂട്ടത്തിൽ ഈശോയും നിൽക്കുന്നു. അവരെന്തൊക്കെ ഓപ്പറേഷൻ ചെയ്തു. ഞാൻ ആ ശരീരത്തു നിന്ന് ഇങ്ങനെ ഇറങ്ങി ഒരു കൊച്ചൊരു ഇറങ്ങി അമ്മയുടെ അടുത്ത് പോകുന്നു അല്ലേ, ഞാൻ ഇറങ്ങി മാതാവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. മാതാവിൻ്റെ കൈകളിൽ പിടിച്ച് അവിടെ നിൽക്കുന്നു. എൻ്റെ ശരീരം അവിടെ അവർ കീറി മുറിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു. ഞാനത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കാണുന്നത് ഇങ്ങനെയാണ്. ഞാൻ അവിടുന്ന് ആ മാതാവിൻ്റെ കരങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഞാനിങ്ങനെ നടന്നു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി എന്തൊക്കെയോ കണ്ടു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് ഈശോ ഇങ്ങനെ 2 കരങ്ങളിൽ എന്നെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എവിടെയോ കൊണ്ട് കിടത്തുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും ഇത് മാത്രം കാണുന്നു. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല. ഞാനിങ്ങനെ അവിടെ പിന്നെ ICUവിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ICUവിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് ഓർമ്മ വരും, ഓർമ്മ പോകും. ആ ഒരു സിറ്റുവേഷനിലൊക്കെയാണ്
ഒരു മാസം കംപ്ലീറ്റ് ഞാൻ ഐസിയുലായിരുന്നു. ആ സമയത്ത് അവിടെ വന്നിരുന്ന സിസ്റ്റർമാർ, എന്നെ നോക്കുന്ന സിസ്റ്റർമാരെ കൂടെ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ എൻ്റെ ഓപ്പറേഷനിൽ കർത്താവ് ഉണ്ടായിരുന്നു, മാതാവാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത്. അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തു വന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൽ ഇവിടുന്ന് പോകും എന്നൊക്കെ പറഞ്ഞ് അവരോട് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എപ്പിസോഡ് ഉണ്ടായി. എനിക്ക് കോവിഡ് പോസിറ്റീവായി. ഞാനിങ്ങനെ ഒരു ദിവസം ഉണരുമ്പോൾ ഈ ബോധത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന 2 സിസ്റ്റർമാർ തമ്മിൽ സംസാരിക്കുകയാണ്, ചേട്ടന് പോസിറ്റീവാണെന്ന്. അപ്പം ഞാനിങ്ങനെ പോസിറ്റീവാണെന്ന് കേട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവർ ഇത് മിക്കവാറും കോവിഡിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പം ഞാൻ ഒരു സിസ്റ്ററെ ഇങ്ങോട്ട് വിളിച്ചു, മോളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം ആ കൊച്ചൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ സംസാരിച്ചത് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്നല്ലോ സംസാരിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല ചേട്ടനല്ല, ഇത് പുറത്ത് വേറൊരു വ്യക്തിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞല്ല, പുറത്തൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങളിവിടെ ഇപ്പം എന്നെ നോക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, പുറത്ത് വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നുള്ളത് നീ എന്നോട് പറയണ്ട, സത്യം പറയാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആ ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവളോട് പറഞ്ഞു, എടി മോളെ നീ പേടിക്കണ്ട, ഈ കോവിഡിനൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എൻ്റെ ഈ ലിവർ മാറ്റി വെച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എന്നെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കിടത്തിയത് കർത്താവാണ്, ഞാൻ കണ്ടതാണ്, ഈശോ ഇടപെട്ടിട്ടാണ് ഓപ്പറേഷൻ നടന്നത്. അതുകൊണ്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും സംഭവിക്കില്ല. എനിക്ക് എന്തൊക്കെ നിങ്ങൾ കോവിഡ് അല്ല എന്ത് വന്നാലും എനിക്ക് ഇനിയിപ്പം മരണമില്ല, ഞാനിവിടുന്ന് ഇറങ്ങി എന്നെ കർത്താവ് പുറത്തു വിടും എന്ന് ഞാൻ അവരോട് പറഞ്ഞതിൻ്റെ ഉണ്ടായ അനുഭവമാണ്. എന്നുവെച്ചാൽ ഞാനതൊക്കെയാണ് അവിടെ കണ്ടത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് രണ്ടാമത്തത്, എനിക്ക് എൻ്റെ ആ സമയത്ത് എൻ്റെ ഇതിനു വേണ്ടി ഞാൻ ഹെൽത്ത് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് 2 ഹെൽത്ത് പോളിസി ഉണ്ടായിരുന്നു. ഒന്ന് ബേസ് പോളിസിയും ഒന്ന് സൂപ്പർ ടോപ്പ് പോളിസിയും. അപ്പോൾ ഞാൻ സൂപ്പർ ടോപ്പ് ബേസ് പോളിസി എടുത്തിരിക്കുന്നത് 2007 2007 എനിക്ക് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതിനകത്തെ മൊത്തം എമൗണ്ടും അവരെനിക്ക് കഴിയുന്ന വേഗത്തിൽ തന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഫയല് ഇതിന് വലിയ എമൗണ്ടുള്ള ഒരു ഓപ്പറേഷനായിരുന്നു. അതുകൊണ്ട് ഈ ഫയൽ അവർ എൻ്റെ സൂപ്പർ ടോപ്പ് പോളിസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ സൂപ്പർ ടോപ്പ് പോളിസി 2019 ഓഗസ്റ്റിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓപ്പറേഷൻ നടന്നത് 2023 ഏപ്രിൽ 14 എന്ന് വെച്ചാൽ ഒരു 3 മാസത്തെ സമയം കുറവുണ്ടായിരുന്നു. നോർമലി ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക്, ലോങ് ടൈം അസുഖങ്ങൾക്ക് 4 വർഷത്തെ സീനിയോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മൾക്ക് പേ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു കാരണവശാലും അവർ തരാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ 3 മാസം എനിക്ക് ഓൾറെഡി 45 മാസമായപ്പോൾ എൻ്റെ ഓപ്പറേഷൻ നടന്നു. അപ്പോൾ എനിക്ക് തരില്ല. അപ്പോൾ ഞാനവിടെ പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാണ്. എനിക്ക് ജോലിയില്ല, വൈഫിന് ജോലിയില്ല. ഞങ്ങൾ ആക്ച്വലി ബോംബെയിലായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ജീവിതമാർഗ്ഗമൊന്നുമില്ല. കഴിയുന്നത് എങ്ങനെയും മാതാവ് എനിക്ക് ഈ കാര്യത്തിൽ ഇടപെട്ട് എനിക്കത് വാങ്ങിത്തരണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1.5 വർഷത്തോളം ഇവർ ഈ ഫയലിനെ കുറിച്ച് പല കോറീസും പല എൻക്വയറികളും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. പല പേപ്പർ വർക്കും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവർ ചെയ്യിച്ചുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പ്രതീക്ഷിക്കുന്ന ഇതാണ്, ഇവിടെ ക്ലെയിമിന് വേണ്ടി ഫയൽ കൊടുക്കുന്ന ആൾ ഗതികെട്ട് എനിക്ക് ഈ പൈസ വേണ്ടാന്നും പറഞ്ഞ് വിട്ടേച്ച് ഓടിപ്പോകണം. പക്ഷേ ഞാനിവിടെ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞാൽ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു, മാതാവ് എനിക്ക് ഈ പൈസ വാങ്ങിത്തരും. എന്തൊക്കെ ഇവരെന്നെ ഓടിച്ചാലും അവസാനം ഇവരിൽ നിന്ന് പൈസ എനിക്ക് വാങ്ങിത്തരും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഞാനിവിടെ ഉടമ്പടി 30/10/24 ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഞാൻ അതിനു മുമ്പ് വൈഫിനോട് പറഞ്ഞ്, ഞാൻ നിൻ്റെ ഉടമ്പടിയിൽ നിൻ്റെ ഉടമ്പടിയുടെ കാശ് രൂപം നിനക്ക് തരണം. അതുവരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കഴുത്തിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് ഞാൻ അവളോട് പറഞ്ഞു, എനിക്കും കാശിനവും സെപ്പറേറ്റ് ഉണ്ട്. അങ്ങനെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന് ഞാൻ മേളിൽ ഉടമ്പടിയുടെ ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ വന്ന ആ വ്യക്തി എന്നോട് പറഞ്ഞു, വൈഫിന് ഉടമ്പടി ഉള്ളപ്പം ഭർത്താവിന് ഉടമ്പടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ മോശയുടെ വടി എന്നാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് മോശയുടെ വടി തരണമെന്ന് പറഞ്ഞു. അപ്പം ആ വ്യക്തിനോട് ചോദിച്ചു, ഈ മോശയുടെ വടി എന്താ? ഞാൻ പറഞ്ഞ കാശ് രൂപം, ഈ ഒരു സെയിം കാശ് രൂപം എനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞു, ചേട്ടൻ ഉടമ്പടി എടുത്തു, നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. ആൾ സമ്മതിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഇങ്ങനെ ഈ ഉടമ്പടിയുടെ ബലത്തിലും ഞാനും ഇങ്ങനെ ഇതിനു വേണ്ടി എൻ്റെ മെഡിക്ലെയിമിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ പല ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടും എനിക്കിവർ പേ ചെയ്യുന്നില്ല. അവസാനം ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കിത് ഇടപെട്ട് എങ്ങനെയാണെങ്കിലും ഇത് വാങ്ങിത്തരണം. അങ്ങനെ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി. അങ്ങനെ ഞാൻ 12/3/25 ഉടമ്പടി പുതുക്കി.
പുതുക്കി 1-2 ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അവരും ഞാനൊരു വ്യക്തി എന്നുവെച്ചാൽ ഞാനാണ് പോളിസി എടുത്തിരിക്കുന്ന വ്യക്തി, ഞങ്ങളുടെ ഇടയിൽ പേപ്പർ വർക്കുകൾ നടത്താനായിട്ട് TP എന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഫേം ഉണ്ട്. അപ്പോൾ അവരാണ് ഈ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവർ ഈ ഫയൽ അവർക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ TPA അവരോടൊരു ചോദ്യം ചോദിച്ചു, ഈ വ്യക്തി പോളിസി എടുത്ത സമയത്ത് ഫില്ല് ചെയ്ത ഫോമിനോട് കൂടെ ഈ വ്യക്തിക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പേപ്പർ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു ക്വസ്റ്റ്യനിൽ അവർ 2 മാസം 3 മാസത്തോളം എൻ്റെ സബ്മിഷൻ ഫോം തപ്പാൻ തുടങ്ങി. പക്ഷേ അവർക്ക് സബ്മിഷൻ ഫോം കിട്ടിയില്ല. അവസാനം അവരവിടുന്ന് ഇങ്ങനെ എഴുതി കൊടുക്കേണ്ടി വന്നു, ഈ വ്യക്തിയുടെ സബ്മിഷൻ ഫോം കിട്ടാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെൻ്റെ മുന്നിൽ മാതാവിൻ്റെ മുന്നിൽ അവർ തല കുനിച്ചു, എൻ്റെ മുന്നിൽ നല്ല മാതാവിൻ്റെ മുന്നിൽ അവർ തല കുനിച്ചു. അവസാനം ഈ വ്യക്തിക്ക് ഇത് കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷനായി അവർക്ക്. പക്ഷേ ഇതവരെന്നിട്ട് എന്നോട് ഓപ്പൺ ആക്കുന്നില്ല. പക്ഷെ ഞാനിത് വേറെ വഴിയിൽ ഞാൻ എൻ്റെ ഏജൻറ്റിനോട് പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ചും കംപ്ലീറ്റ് ക്ലിയർ ആക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇവർക്ക് ഇങ്ങനൊരു റിപ്ലൈ വന്നിട്ടുണ്ട്, ഇവരുടെ എൻ്റെ സബ്മിഷൻ ഫോം ഇല്ല എന്നുള്ളതിനെക്കുറിച്ച്. അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവ് ഇടപെട്ടു, എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഈ പണം അവർ വാങ്ങിത്തരും, മാതാവ് എനിക്കത് സാങ്ഷനാക്കി അവിടുന്ന് തരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നല്ല ഉറപ്പായി എനിക്ക്. അങ്ങനെ 2-3 മാസത്തോളം വീണ്ടും പോയിട്ട് അവരൊന്നും എനിക്ക് റിപ്ലൈ തരുന്നില്ല. അവസാനം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഇവരുടെ കമ്പനിയുടെ ഗ്രാവിയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ ഇവരുടെയൊക്കെ മാനേജ് ചെയ്യുന്ന എന്തെങ്കിലും കംപ്ലയിൻറ്റുകളുണ്ടെങ്കിൽ, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ മാതാവെ അങ്ങോട്ട് അവരുടെ ഹെഡിനെ ഞാൻ വിളിക്കാൻ ഒരുങ്ങുകയാണ്. മാതാവ് അവിടെ എനിക്ക് എൻ്റെ ഫോണിൽ സംസാരിക്കാൻ വരുന്ന ആൾ മീൻസ് അവിടുത്തെ ഹെഡ് ഒരു സ്ത്രീ ആണെങ്കിൽ ഞാൻ കരുതും മാതാവ് ഈ കാര്യത്തിൽ ഇടപെട്ട് മാതാവ് എനിക്ക് ഇത് വാങ്ങിത്തരുമെന്നുള്ളത് എനിക്ക് തെളിവായി എന്നുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആളിനെ അവിടെ വിളിച്ചപ്പോൾ അവിടുന്ന് ഫോൺ എടുത്തത് മീൻസ് ഗ്രാവിൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഒരു കർണാടകക്കാരി ഒരു സ്ത്രീയായിരുന്നു. ഞാൻ അവരോട് എനിക്ക് ഉണ്ടായിരുന്ന സംഭവങ്ങളെ, ഈ ഫയലിനെ കുറിച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവരോട് പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, എന്തൊക്കെ ഇതുണ്ടെങ്കിലും ഞാനിതിന് ഇടപെടാം എന്നൊക്കെ പറഞ്ഞ് അവർ ഇടപെട്ടു. അതിന് പിറ്റേ ദിവസം തന്നെ അവർ ഞങ്ങൾക്ക് 3 പേർക്കും, എനിക്കും TPAക്കും മെയിൻ കമ്പനിക്കും അവരുടെ ഓഫീസുകൾക്ക്, എൻ്റെ ഫയൽ മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ ഓഫീസിലേക്കും മെയിൽ അയച്ചു. അവരോട് പറഞ്ഞു, ഈ വ്യക്തിയുടെ ഈ ഫയൽ എവിടെയാണ്, എന്ത് കാരണവശാലും ഈ വ്യക്തിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഫയൽ ഇത്ര ടൈമിനുള്ളിൽ എൻ്റെ ടേബിളിൽ വരണമെന്ന് പറഞ്ഞ് അവർ മെയിൽ അയച്ചു. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഫയലിനെ കുറിച്ച് പെട്ടെന്ന് അവിടെ ഈ 2 സ്ഥലത്തു നിന്നും ഭയങ്കര ഓട്ടമായി. അവസാനം ഫയൽ തപ്പിയെടുത്ത് എത്തിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് പിന്നെ ഒരു മാക്സിമം 1 മാസത്തിനുള്ളിൽ എൻ്റെ പേയ്മെൻറ്റ് സാങ്ഷനായി അക്കൗണ്ടിൽ ട്രാൻസ്ഫറായി കിട്ടി. ട്രാൻസ്ഫറായി കഴിഞ്ഞ് ഞാൻ അവരെ താങ്ക്സ് പറയാനായിട്ട് വിളിക്കുമ്പോൾ ഈ ലേഡി ഇന്നത്തെ ദിവസം ബോംബെയിലായിരുന്നു എൻ്റെ ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ഇന്നത്തെ ദിവസം അവർ ഭോപ്പാലിൽ RO ആയിട്ട് ട്രാൻസ്ഫറായി പോയി കഴിഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മാതാവായിട്ട് നിങ്ങളെ അവിടെ എൻ്റെ ഈ ഒരു കാര്യത്തിന് ഫയലിന് വേണ്ടി മാത്രം കൊണ്ടുവന്നാണ്. അപ്പോൾ അത് അവർ പറഞ്ഞു, ശരിയാണ്, ഞാൻ വലിയ സമയം അവിടെ ഇരുന്നില്ല, ഞാൻ വന്നു, നിൻ്റെ ഈ കാര്യവും നടന്നു, ബാക്കിയുള്ള കുറേ സമയം, പക്ഷേ നിൻ്റെ കാര്യം മെയിനായിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നിൻ്റെ ഫോൺ വന്നിരിക്കുന്നത്, ഇന്ന സംഭവം ഇത് ക്ലിയർ ആയി എന്ന് പറഞ്ഞ്. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. ഞാൻ ജിനിയെ ഏൽപ്പിക്കാം, അവൾക്കും എന്തൊക്കെയോ സാക്ഷ്യം പറയാനുണ്ട്. ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ 1 വർഷത്തിന് ശേഷം ആളുടെ ബൈൽ ഡക്റ്റ് 3 സ്ഥലത്ത് ചുരുങ്ങി പോവായിരുന്നു. എൻഡോസ്കോപ്പി വഴി സ്റ്റെൻറ്റ് ഇട്ടു, പക്ഷെ അത് അവിടെ ഇരിക്കത്തില്ലായിരുന്നു, തന്നെ ഊരിപ്പോവും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് 2 സ്റ്റെൻറ്റ് ഇടണം. അങ്ങനെ ഔട്ട് സൈഡിൽ നിന്ന് 2 സ്റ്റെൻറ്റ് ഇട്ട് ബാഗ് അതേൽ കണക്ട് ചെയ്ത് തന്നു. ഫ്ലൂയിഡ് അതിനകത്ത് ഡ്രെയിനേജ് വരും. 2 hours നമ്മളത് എംപ്റ്റി ആക്കണം. 400-500 ml വീതം അത് എംപ്റ്റി ആക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. പക്ഷേ അത് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. വയറിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ബാഗ്, രാത്രിയിൽ കിടക്കാനും ഒക്കെ ഭയങ്കര
ബുദ്ധിമുട്ടായിരുന്നു. എളുപ്പം ഇത് എം ടി ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ഭയങ്കര പ്രയാസമായി. ഇപ്പം ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് എത്രയും പെട്ടെന്നൊന്ന് കുറച്ച് തരണം, ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പം ഈ ബാഗിനകത്ത് വെറും 5 ml മാത്രമേ ഫ്ലൂയിഡ് ഉള്ളൂ. അതുവരെ 400 500 എം ടി ആക്കിക്കൊണ്ടിരുന്നതാണ്. 5 ml. ഒത്തിരി സന്തോഷമായി. മാതാവിന് അപ്പം തന്നെ ഞങ്ങൾ 1000 നന്ദി പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ടെൻഷൻ അയച്ചാൽ ഡോക്ടർ പറഞ്ഞിരുന്നു, ഒന്നുകിൽ ഫ്ലൂയിഡ് കുറയുക അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒട്ടുമേ ഇല്ല. ഈ 2 സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഒരു ചെറിയ ടെൻഷൻ. എങ്കിലും മാതാവിൽ വിശ്വസിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കി. ഇപ്പം ഒരു കുഴപ്പമില്ല, നല്ല ഫ്ലോയാണ്, ബ്ലോക്കേജും ഇല്ല, ഒന്നുമേ ഇല്ല. പെട്ടെന്ന് ഞങ്ങൾക്ക് ബാഗ് അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞ് ട്യൂബ് അതിൻ്റെ അടപ്പിട്ട് അടച്ച് അങ്ങനെ പിന്നെ ബാഗ് ഫ്രീ ആയി. നല്ല ഫ്രീ ആയിട്ട് ആൾക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റി. അതിന് മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ അടുത്ത സാക്ഷി എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലും മേലെയായിട്ട് എനിക്ക് വലത് കാലിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് രാവിലെ എണീക്കുമ്പം വല്ലാത്ത മരണവേദന എന്ന് പറയണ പോലെ അത്രയും വേദനയായിരുന്നു. തിരിഞ്ഞോ നേരെയോ ഒന്നും കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാനത് സഹിച്ച് അങ്ങനെ നടന്നു. അപ്പം പിന്നെ ഒരാഴ്ചയൊക്കെ മറ്റും കഴിഞ്ഞപ്പം വീട്ടിൽ പറഞ്ഞു ഡോക്ടറെ കാണിക്കാം, ഇതിങ്ങനെ ശരിയാവില്ല കൊണ്ട് നടന്ന. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളുണ്ട്, എന്തിന് ഡോക്ടറെ അടുത്ത് പോകണം. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ശരി ഞാൻ പോവാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, മാതാവ് ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല, ഞാൻ തൈലിട്ട് പ്രാർത്ഥിക്കും, എനിക്കിത് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും എൻ്റെ വേദന മാറ്റി തരാം, തിങ്കളാഴ്ച ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് ഞാൻ വെള്ളി ശനി തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ നോർമലി അങ്ങ് എണീറ്റു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, പള്ളിയിൽ പോകാൻ വേണ്ടി എണീറ്റു. അപ്പോഴും ഞാൻ ഓർക്കണേ വേദന ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് വേദന പൂർണ്ണമായിട്ട് മാറ്റി തന്നു എന്ന്. പിന്നെ ഇതുവരെ എനിക്ക് ഒരു വേദനയും ഉണ്ടായിട്ടില്ല. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരും, പത്രം വാങ്ങിച്ച് കവലകളിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലുകളിൽ, വീടുകളിൽ അങ്ങനെയൊക്കെ കൊടുക്കും. പൊതിച്ചോറ് കൊടുക്കും വഴിയരികിൽ ഇരിക്കുന്നവർക്കൊക്കെ. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മളോട് ബുദ്ധിമുട്ടും പ്രയാസം ഓൺലൈൻ വഴിയൊക്കെ കാണുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രൂപത്തിലൊക്കെ അവരെ ചെറുതായിട്ടൊക്കെ സഹായിക്കും. പിന്നെ നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങളുടെ അനുഭവമൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് 3-4 പേരൊക്കെ സാക്ഷ്യം എടുക്കാൻ ഉടമ്പടി എടുത്തു. അവർക്ക് അനുഭവങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ഈശോയും മാതാവും ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.